ഓക്കെ. കാർനോട്ട് സൈക്കിളിനെ കുറിച്ച് രണ്ട് മൂന്ന് പോയിന്റ്സ് ഞാൻ പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? റിവേഴ്സിബിൾ സൈക്കിൾ ആണ്. റിവേഴ്സിബിൾ ആണ്. പിന്നെന്താ പറഞ്ഞത്? പിന്നെന്താണ്? ഐഡിയൽ ഹൈപ്പോത്തറ്റിക്കൽ സൈക്കിൾ. റിവേഴ്സിബിളാണ്, ഐഡിയൽ ഹൈപ്പോത്തറ്റിക്കൽ സൈക്കിളാണ്. ഓക്കെ. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിസ്റ്റൺ സിലിണ്ടർ മെഷീനാണ്. ഓക്കെ, പിസ്റ്റൺ സിലിണ്ടർ മെഷീൻ. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം മറിച്ചിടുന്നപ്പോൾ ഇല്ലേ സമയം അല്ലേ? അപ്പോൾ ഞാൻ അറേഞ്ച്മെൻറ്റ് ഒന്നുകൂടെ മറിക്കാം. വരയ്ക്കുന്നുണ്ടോ എല്ലാവരും? വരയ്ക്കുമല്ലേ? എല്ലാവരും വരയ്ക്കുമല്ലേ എൻ്റെ കൂടെ? യെസ് സാർ, ഉണ്ട്. ഓക്കെ. ഇത്രയും വരയ്ക്കുക. ഓക്കെ.
ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇത് സിലിണ്ടറാണ്, ഈ കാണിച്ചേക്കുന്നത് പിസ്റ്റനാണ്. ഇതിനകത്തൊരു ഗ്യാസ് ഫില്ല് ചെയ്തേക്കുവാണ്. 2 ടൈപ്പ് ഓഫ് കവർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് അഡയബാറ്റിക് കവർ, ഒന്ന് ഡയതെർമിക് കവർ. അഡയബാറ്റിക് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അഡയബാറ്റിക് ഓരോ പ്രോസസ്സിലും ഓരോ കവറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അഡയബാറ്റിക് കവറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹീറ്റ് ട്രാൻസ്ഫർ അലൗഡ് അല്ല, ഹീറ്റ് ട്രാൻസ്ഫർ ആലോചിച്ച് അല്ല. അപ്പം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കേണ്ടാത്ത പ്രോസസ്സിലും നമ്മൾ അഡയബാറ്റിക് കവറാണ് ചൂസ് ചെയ്യുന്നത്. ഡയതെർമിക് കവർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ അതിലേക്കൂടെ പോസിബിൾ ആണ് എന്നാണ് ഡയതെർമിക് കവറിൻ്റെ പ്രത്യേകത. അപ്പോൾ എപ്പോഴാണോ ഹീറ്റ് ട്രാൻസ്ഫർ വേണ്ടത് അപ്പോൾ നമ്മൾ ഡയതെർമിക് കവറായിരിക്കും വെക്കുന്നത്. പിന്നെ സോഴ്സ് ഉണ്ട്, ഒരു സോഴ്സ് ഹീറ്റ് കൊടുക്കുന്നതാണ് സോഴ്സ്. അതായത് ഈ ഒരു ഗ്യാസിന് ഹീറ്റ് കൊടുക്കുന്ന ഒരു ഇതാണ് സോഴ്സ്. അതിന് ടെമ്പറേച്ചർ T1. സിങ്ക് എന്ന് പറയുമ്പോൾ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണോ അതാണ് സിങ്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ T2 കൊടുത്ത് Q1 ഹീറ്റാണ് കൊടുക്കുന്നത്, Q2 ഹീറ്റാണ് റിജക്റ്റ് ചെയ്യുന്നത്. WE എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പാൻഷൻ വർക്കാണ്. അത് നമുക്ക് വർക്ക് കിട്ടുന്ന വർക്കാണ്. പിസ്റ്റൺ സിലിണ്ടറിനകത്ത് നമുക്ക് കിട്ടുന്ന വർക്കാണ് WE, എക്സ്പാൻഷൻ വർക്ക് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്നും പറയാം. WP എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വർക്കാണ്. ആ ഒരു ഗ്യാസിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സിസ്റ്റത്തിലോട്ട് കൊടുക്കുന്ന വർക്കാണ് WP എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും ഫിഗർ ക്ലിയറായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെക്ഷനിലോട്ട് പോവാം. സോഴ്സ് T1, സിങ്ക് T2, സോഴ്സിൽ നിന്ന് കൊടുക്കുന്ന ഹീറ്റാണ് Q1, സിങ്കിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്ന സിങ്കിലോട്ട് കൊടുക്കുന്ന ഹീറ്റാണ് Q2. WE എന്ന് വെച്ചാൽ എക്സ്പാൻഷൻ വർക്ക്, WP എന്ന് പിസ്റ്റണിലോട്ട് കൊടുക്കുന്ന വർക്ക്. പിന്നെ 2 കവർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഡയതെർമിക് കവറും ഒന്ന് അഡയബാറ്റിക് കവറും. ഡയതെർമിക് കവറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും അവിടെ. അഡയബാറ്റിക് കവർ പ്രത്യേകിച്ച് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ അലോ ചെയ്യത്തില്ല. ഇത്രയും കാര്യങ്ങൾ വരച്ച് മനസ്സിലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷനിൽ പോവാം. പ്രോസസ്സ് നമ്പർ 1, ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എഴുതിക്കോ, നമ്പർ 1 എന്ന് എഴുതിയിട്ട് എഴുതിക്കണം. റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ്സ്. റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ്സ്. ഇവിടെ ഹീറ്റ് അഡീഷനാണ്. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഐസോതെർമൽ പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ആ പ്രോസസ്സ് 1 to 2, അതായത് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പം 1ൽ നിന്ന് 2ലോട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ്സ് സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2ലോട്ട് ഇവിടെ നമ്മൾ ഹീറ്റ് അഡീഷനാണ് കൊടുക്കുന്നത്. Q1 ഹീറ്റാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആ ഒരു യൂസ് ചെയ്യുന്ന സിലിണ്ടർ കവർ എന്ന് പറയുമ്പോഴത്തേന് ഏത് സിലിണ്ടർ കവറായിരിക്കും യൂസ് ചെയ്യുന്നത്? ഡയതെർമിക് ആണോ അഡയബാറ്റിക് ആണോ ഉപയോഗിക്കുന്നത്? ഡയതെർമിക് കവറാണ് യൂസ് ചെയ്യേണ്ടത്, അഡയബാറ്റിക് കവറാണ് യൂസ് ചെയ്യേണ്ടത്. ഹീറ്റ് അഡീഷനാണ്, അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണം. അപ്പോൾ നമ്മൾ ഏത് കവറാണ് യൂസ് ചെയ്യേണ്ടത്? ഡയതെർമിക് കവറാണോ അഡയബാറ്റിക് കവറാണോ? ഡയതെർമിക്. സിലിണ്ടർ കവർ യൂസ്ഡ് ഈസ് ഡയതെർമിക് ആണല്ലോ. പക്ഷെ ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് 1 എന്ന് പറഞ്ഞ പ്രോസസ്സിലും T1 = T2 ആണ് ഇവിടെ. ആണല്ലോ, ഇങ്ങനെ ഇതാവോ? ഇങ്ങനെ ഇതാ ഐസോതെർമൽ പ്രോസസ്സാണ്. ടെമ്പറേച്ചർ T1 സ്റ്റേറ്റ് 1ലെ ടെമ്പറേച്ചറും സ്റ്റേറ്റ് 2ലെ ടെമ്പറേച്ചറും ഈക്വലാണ്. അത് T1 = T2 എന്ന് ഇതാവോ? T1 = T2 എന്ന് ഇതാവോ? എഴുതാമോ? എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോ അനുസരിച്ച് അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് ലോ എന്താണ് പറയുന്നത്? Q ഫസ്റ്റ് ലോ ഒക്കെ മറന്നോ? Q = ഡെൽറ്റ E + W അല്ലേ? ഡെൽറ്റ
ഇ പ്ലസ് ഡബ്ല്യു എന്നല്ലേ? ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. ഓക്കെ, ഡെൽറ്റ ഇ പ്ലസ് ഡബ്ല്യു. ഇപ്പം നമ്മളിവിടെ U1 എന്ന് കൊടുക്കുന്നത് ഇൻറ്റേർണൽ എനർജി അറ്റ് സ്റ്റേറ്റ് 1, U2 എന്ന് കൊടുക്കുന്നത് ഇൻറ്റേർണൽ എനർജി അറ്റ് സ്റ്റേറ്റ് 2. അപ്പോൾ ഡെൽറ്റ ഇ എന്തുമായിരിക്കും? ഹീറ്റ് കൊടുക്കുമ്പോൾ U2 മൈനസ് U1 അല്ലേ ഡെൽറ്റ ഇ? ഏതാവും? U2 മൈനസ് U1 ഡെൽറ്റ ഇ എന്ന് കൊടുക്കാൻ പറ്റത്തില്ലേ? പറ്റുമില്ലേ? U1 എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ എനർജി അറ്റ് സ്റ്റേറ്റ് 1, അതായത് 1 to 2 എന്ന് പറയുന്ന സ്റ്റേറ്റാണ് റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ്സ്, ഹീറ്റ് അഡിക്ഷനാണ്. സിലിണ്ടർ കവർ യൂസ് ചെയ്യുന്നത് ഡയതെർമിക്കാണ്. ഫസ്റ്റ് ലോ അനുസരിച്ച് Q = ഡെൽറ്റ ഇ പ്ലസ് ഡബ്ല്യു എന്ന് ചെയ്താൽ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജി ചേഞ്ചാണ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് നോക്കുമ്പോൾ U1 ബി ദ ഇൻറ്റേർണൽ എനർജി അറ്റ് സ്റ്റേറ്റ് 1 എന്ന് കൊടുക്കാം. U2 = ഇൻറ്റേർണൽ എനർജി അറ്റ് സ്റ്റേറ്റ് 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഡെൽറ്റ ഇ = U2 മൈനസ് U1 എന്ന് എഴുതാമല്ലോ. എഴുതാൻ പറ്റുമോ? പറ്റൂല്ലേ? പറ്റുമോ? കുറച്ച് സാർ ലെഫ്റ്റ് ആയിരുന്നു. ലെഫ്റ്റ് ആയി പോവാ. എവിടെ വെച്ചാൽ ലെഫ്റ്റ് ആയി പോയേ? ഫസ്റ്റ് ലോഡ് ഇക്വേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും സാർ ലെഫ്റ്റ് ആയിരുന്നു. ഓക്കെ, എന്താ ലെഫ്റ്റ് ആയി പോകുന്നത് എനിക്ക് അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് Q = ഡെൽറ്റ ഇ പ്ലസ് ഡബ്ല്യു എന്ന് എഴുതാവും ഫസ്റ്റ് ലോ, അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ. 3% അല്ലേ സാർ? ഓക്കെ. Q = ഡെൽറ്റ ഇ പ്ലസ് ഡബ്ല്യു എന്ന് എഴുതാൻ പറ്റുമോ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ? എഴുതാൻ പറ്റുമോ? അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ വി ക്യാൻ റൈറ്റ് Q = ഡെൽറ്റ ഇ പ്ലസ് ഡബ്ല്യു എന്ന് എഴുതാൻ പറ്റുമോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്ന U1 ബി ദ ഇൻറ്റേർണൽ എനർജി അറ്റ് സ്റ്റേറ്റ് 1. ഇവിടെ ഉണ്ടോ ഈ ഒരു പ്രോസസ്സ് സ്റ്റേറ്റ് 1 to 2 ആണ്. ടെമ്പറേച്ചർ T1 = T2 ആണ്. യൂസ് ചെയ്യുന്ന സിലിണ്ടർ കവർ ഡയതെർമിക്കാണ്. അപ്പോൾ U1 ബി ദ ഇൻറ്റേർണൽ എനർജി അറ്റ് സ്റ്റേറ്റ് 1 എന്ന് കൊടുക്കുന്നു. U2 ബി ദ ഇൻറ്റേർണൽ അറ്റ് സ്റ്റേറ്റ് 2 എന്ന് കൊടുക്കാമല്ലോ. അങ്ങനെ U1 = ഇൻറ്റേർണൽ എനർജി അറ്റ് സ്റ്റേറ്റ് 1, U2 = ഇൻറ്റേർണൽ എനർജി അറ്റ് സ്റ്റേറ്റ് 2. അപ്പോൾ ഡെൽറ്റ ഇ = നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ ഇ = U2 മൈനസ് U1 എന്ന് കൊടുക്കാമല്ലോ. U2 മൈനസ് U1 എന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ കസ്റ്റമൈസ് ചെയ്താൽ 1 to 2 നമ്മൾ ആഡ് ചെയ്യുന്ന ഹീറ്റ് എന്തുവാ? റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ്സിനാണ് നമ്മൾ ആഡ് ചെയ്യുന്ന ഹീറ്റ് എന്താണ്? റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ്സിന് നമ്മൾ ആഡ് ചെയ്യുന്ന ഹീറ്റ് എന്താണ്? കേൾക്കുന്നുണ്ടോ? ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന ഹീറ്റ് എന്താണ്? ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് ഏത് ഹീറ്റ് ആഡ് ചെയ്യുന്നത്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര? അപ്പോൾ നമുക്ക് ആ 1 to 2 പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഇക്വേഷൻ എഴുതാൻ പോവാം. അപ്പോൾ Q1 = ഡെൽറ്റ ഇക്ക് പകരം നമ്മൾ എന്ത് എഴുതണം? ഡെൽറ്റ ഇക്ക് പകരം എന്തോ എഴുതണം? U2 minus U1 പ്ലസ് 1 to 2 ഇങ്ങനെ എഴുതാമല്ലോ. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് ക്ലിയർ ആയല്ലോ. റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ്സ് ക്ലിയർ ആയല്ലോ.
ക്ലിയർ ആവും. നമ്മൾ ഹീറ്റ് അഡീഷനാണ്, ഐസോതെർമൽ ആയിട്ടാണ് ഹീറ്റ് ആഡ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടത്തില്ല. ടെമ്പറേച്ചർ T1 = T2 ആണ്. നമ്മൾ ഫസ്റ്റ് ആ ഒരു 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്യുന്നു. Q = ΔE + W. ΔE എന്ന് പറയുമ്പോഴത്തേന് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആണ്. സോ U1 ബി ദ ഇൻറ്റേർണൽ എനർജി ആയിട്ട് സ്റ്റേറ്റ് 1 എടുക്കുന്നു, U2 ബി ദ ഇൻറ്റേർണൽ എനർജി ആയിട്ട് സ്റ്റേറ്റ് 2 എടുക്കുന്നു. ഇപ്പോൾ ΔE എന്ന് പറയുമ്പോൾ നമുക്ക് U1 - U2 എന്ന് എഴുതാം അല്ലേ. ഇപ്പോൾ Q = ΔEക്ക് പകരം U2 - U1 + W12. ഇപ്പോൾ Q1 = U2/W1 + W12 എന്ന് എഴുതാമല്ലോ. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയോ? അപ്പോൾ ഇതിനടുത്ത് രണ്ടാമത്തെ പ്രോസസ്സാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഞാൻ പതുക്കെ പോകുന്നത്. ഓക്കെ, സെക്കൻഡ് പ്രോസസ്സാണ്. ഏതിക്കോ സെക്കൻഡ് പ്രോസസ്സ് ഈ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് സംഭവിക്കുന്നത്? റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേന് നോ ഹീറ്റ് അഡീഷൻ. ഓക്കെ, നോ ഹീറ്റ് അഡീഷൻ. ഇതൊരു എക്സ്പാൻഷൻ പ്രോസസ്സാണ്. എന്താണ്? നമുക്കിതിനകത്തുനിന്ന് വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ഓക്കെ, ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു എക്സ്പാൻഷൻ പ്രോസസ്സാണ്. നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് വർക്ക് ഔട്ട്പുട്ടാണ്. ആ കിട്ടുന്ന വർക്ക് ഔട്ട്പുട്ടിനെ പറഞ്ഞ പേരാണ് WE എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇതിനകത്ത് ടെമ്പറേച്ചർ വർക്ക് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ടെമ്പറേച്ചർ T2 പ്രോസസ്സ് 2 to 3 ആണ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസസ് ഫ്രം T2 to T3. ടെമ്പറേച്ചർ T2ൽ നിന്ന് T3 കുറയുന്നു. ഓക്കെ, പിന്നെന്താണ്? ഇൻറ്റേർണൽ എനർജിയും കുറയുന്നു. ഇൻറ്റേർണൽ എനർജി കുറയാൻ കാരണം എന്താ? നമ്മൾ ഹീറ്റ് അഡീഷൻ ഉണ്ടോ ഈ ഒരു പ്രോസസ്സിനകത്ത്? ഈ ഒരു പ്രോസസ്സ് ഹീറ്റ് അഡീഷൻ ഉണ്ടോ? ഈ ഒരു പ്രോസസ്സിനകത്ത് ഹീറ്റ് അഡീഷൻ ഉണ്ടോ? ഹീറ്റ് അഡീഷൻ ഉണ്ടോ? ഇല്ല. ഹീറ്റ് അഡീഷൻ ഇല്ല, പക്ഷേ വർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഹീറ്റ് അഡീഷൻ ഇല്ല, പക്ഷേ വർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഉള്ളൂ സംഭവം. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഡിക്രീസസ് ഫ്രം T2 to T3. ഓക്കെ, പിന്നെ നോ ഹീറ്റ് അഡീഷൻ. ഹീറ്റ് അഡീഷൻ ഇല്ല. ഇപ്പോൾ Q = 0. പിന്നെന്താ പറയുന്നത്? വർക്ക് ഈസ് ഡൺ അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ക്ലോസ് ആയി പോകുന്നു. വർക്ക് ഈസ് ഡൺ അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ഇൻറ്റേർണൽ എനർജി.
സോ ഇൻറ്റേർണൽ എനർജി ഡിക്രീസസ്. അല്ലേ? ഇത്രയും പോയിന്റ്സ് മനസ്സിലായല്ലോ. ഇത് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ടെമ്പറേച്ചർ ഡിക്രീസ് ഫ്രം T2 to T3 ആൻഡ് വർക്ക് നോ ഹീറ്റ് അഡീഷൻ Q is equal to 0. സോ വർക്ക് ഈസ് ഡൺ അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ഇൻറ്റേർണൽ എനർജി. സോ ഇൻറ്റേർണൽ എനർജി ഡിക്രീസസ്. ആണോ? ഇത്രയും പോയിന്റ്സ് ചെയ്താണല്ലോ. ഇതാമോ? അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഫസ്റ്റ് ലോ ഒന്ന് അപ്ലൈ ചെയ്തേ. അപ്ലൈയിങ് ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്തേ. നമ്മൾ ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്തേ. ആദ്യമേ Q is equal to ഡെൽറ്റ E പ്ലസ് W Q3 എന്നല്ലേ കൊടുക്കണ്ടേ? Q is equal to ഡെൽറ്റ E പ്ലസ് W23 എന്നല്ലേ? ഡെൽറ്റ E എന്ന് പറയുമ്പോഴത്തേന് എങ്ങനെ എഴുതാം? U2ഉം U3 ആണോ? ഡെൽറ്റ ഈസ് ഈക്വൽ ടു U3 മൈനസ് U2 എന്നല്ലേ കൊടുക്കുന്നത്? അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂവേഷൻ എന്താണ്? ക്യൂവിൻ്റെ വാല്യൂ എന്താണ്? അഡിയബാറ്റിക് പ്രോസസ്സാണ്. അഡിയബാറ്റിക് പ്രോസസ്സ് ആകുമ്പോൾ നോ ഹീറ്റ് അഡീഷൻ, നോ ഹീറ്റ് ട്രാൻസ്ഫർ. ക്യൂവിൻ്റെ വാല്യൂ എന്താണ്? കേൾക്കുന്നുണ്ടോ? ക്യൂവിൻ്റെ വാല്യൂ എന്താണ്?